അറിയിച്ചു. അപ്പം ബാങ്ക് ജോബ് എന്നുള്ളൊരു ഗ്ലാമറസ് ജോബാണ്, സെക്യൂർഡ് ആയിട്ടുള്ള ജോബാണ്. അപ്പം ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചുരുക്കം ചില ആൾക്കാർ ബാങ്ക് ജോലി റിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു മേഖലകളിലാണെങ്കിൽ പോലും ടീച്ചിങ്ങോ അല്ലെങ്കിൽ IT കമ്പനികളൊക്കെയാണ് റിസൈൻ ചെയ്ത് വേറെ ജോലിക്ക് വേണ്ടി പോകുന്നയോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോട്ട് പോകാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ കറക്റ്റായിട്ടൊരു കോഴ്സ് ചൂസ് ചെയ്യാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രോബ്ലം എല്ലാ മേഖലയിലും ഫേസ് ചെയ്യുന്നത്? നോട്ട് ഓൺലി ബാങ്കിങ്, അതർ ഫീൽഡ് ആൾസോ. ഓക്കെ, അതിപ്പോൾ നമ്മൾ പേരൻസ് പറയുന്ന പോലെ നമ്മൾ പണ്ട് നമുക്കിപ്പോൾ എൻ്റെ മക്കളെ ഡോക്ടറാക്കണം, എൻജിനീയർ ആക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർ തന്നെ അത്യാവശ്യം അവരുടെ കാലിബറിനനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ BTech, ഇപ്പോൾ എൻജിനീയറിംഗ് സെലക്ട് ചെയ്യുന്നവർ എല്ലാവരും എൻജിനീയർ ആവണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എൻജിനീയർ മേഖലയിലേക്ക് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവിടുത്തെ വേക്കൻസികളുടെ കുറവ് കൊണ്ടാണോ എന്തുകൊണ്ടാണോ അവർക്ക് ആ മേഖലയിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല. പക്ഷേ അതിന് പകരം അവർ പിന്നീട് പോകുന്നത് വേറെ ബാങ്കിങ് മേഖലയിലോട്ടായിരിക്കാം, ചിലപ്പോൾ സയൻസ് മേഖലയിലോട്ട് വരെ പോകുന്നവരുണ്ട്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ഉദ്ദേശിച്ച മേഖലയിൽ അവർക്ക് കിട്ടാത്തതുകൊണ്ട് അവർ നിർബന്ധിച്ച ഒരു കോഴ്സിലേക്ക് ജോലിയിലേക്ക് പോകുന്നു, അവരവിടെ വിട്ടിട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് താല്പര്യമാണല്ലോ മെയിൻ. ഇപ്പോൾ ഏത് ജോലിയും എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റോട് ചെയ്യുന്നതും നിർബന്ധിച്ച ഒരാൾ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാങ്കിങ് മേഖലയിലാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കത് എന്തായാലും നമുക്ക് ആ ജോലി ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അതിലാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ റൈറ്റ് കോഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ട് നഴ്സിങ്ങിന് പോയി ഞാനതിന് പോകണം, അല്ലെങ്കിൽ എനിക്കതിന് പോകണം എന്ന് പറയുന്നതിലുപരി നമ്മളത് എന്താണ്, നമുക്കത് പറ്റുമോ എന്ന് നമുക്ക് സ്വയം നമ്മൾ ഒരു വിലയിരുത്തുന്നതാണ് ഏറ്റവും നല്ലത്.